ഒറ്റപ്പാലം NSS കോളേജിൽ വിദ്യാർത്ഥിയെ മർദ്ദിച്ചതിൽ KSU പ്രവർത്തകർക്ക് സസ്പെൻഷൻ. കോളേജ് യൂണിയൻ ഭാരവാഹി ദർശൻ, KSU പ്രവർത്തകരായ സൂരജ്, റഫൂഫ്, അഭിനേഷ് എന്നിവരെയാണ് കോളേജ് കൗൺസിൽ സസ്പെൻഡ് ചെയ്തത്. 4 KSU പ്രവർത്തകരെയും പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ കമന്റ് ഇട്ടതുമായി ബന്ധപ്പെട്ട തർക്കം ഉണ്ടായിരുന്നു. ഒരു കമന്റ് ഇട്ടു എന്നുള്ള പേരിലാണ് ആ റീസണായിട്ട് വന്നത്. അവിടുത്തെ ഫസ്റ്റ് ഇയർ, തേർഡ് ഇയർ, സെക്കൻഡ് ഇയർ പഠിക്കുന്ന KSUവിൻ്റെ അനുഭവികളാണ് ആക്രമണത്തിന് നേതൃത്വം. ക്ലാസ്സിക്ക് പോയ ടൈമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ് സംസാരിക്കാനാണ്, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സംസാരിക്കാന്നുള്ള രീതിക്ക് പുറത്തേക്ക് വിളിച്ചു. എന്നെ പിന്നെന്ന് ആക്രമിക്കുക ചെയ്തത്, അടിച്ചു വീഴ്ത്തി അവിടുന്ന് ഒരു കേബിളിൻ്റെ വയറിട്ടിട്ട് കഴുത്തിൽ കുരുക്കുകയുണ്ടായത്. എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് ഞാൻ സംസാരിച്ച് വെക്കായിരുന്നു ക്ലാസ്സിൽ. അവർ കാണുന്ന ആൾക്കാർ വന്നിട്ട് പിടിച്ച് മാറ്റി. അതിപ്പോൾ കൗൺസിലിൽ കൂടിയിട്ട് തീരുമാനിക്കാനാണ്. ഞങ്ങളുടെ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഇല്ലായിരുന്നു. ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് ഇതൊക്കെ കഴിഞ്ഞിരുന്നു. അന്നേരം തന്നെ പോലീസിനെ വിളിച്ചു. പോലീസ് വന്ന് അന്വേഷിച്ചിട്ടുണ്ട്. കുട്ടികളുടെ ഒക്കെ എടുത്ത് അവർ പോയിട്ടുണ്ട്. പിന്നെ പരാതികൾ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമായ നടപടികൾ ഇന്ന് ഞങ്ങൾ കൗൺസിലിൽ കൈക്കൊള്ളും. കേബിൾ കൊണ്ട് കഴുത്തിൽ മുറുക്കിയെന്നും മരത്തടി കൊണ്ട് ആക്രമിച്ചുമെന്നുമാണ് FIR-ലുള്ളത്. കസ്റ്റഡിയിലെടുത്ത KSU പ്രവർത്തകരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ഇപ്പോൾ 4 KSU പ്രവർത്തകരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? സ്മൃതി, ഇന്നലെയാണ് ഒറ്റപ്പാലം NSS കോളേജിൽ വെച്ച ഇത്തരത്തിലൊരു ആക്രമണം നടക്കുന്നത്. ഒറ്റപ്പാലം NSS കോളേജിലെ 2ാം വർഷ ഹിസ്റ്ററി വിദ്യാർത്ഥിയായ കാർത്തിക്കിനെ KSUവിൻ്റെ ഈ കോളേജിൽ യൂണിവേഴ്സിറ്റി യൂണിയന്റെ നേതൃത്വത്തിൽ 4-അംഗ സംഘം ആക്രമിക്കുകയായിരുന്നു. പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയ്ക്ക് താഴെ ഇട്ട കമന്റുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഇത്തരത്തിലൊരു ക്രൂരമായിട്ടുള്ളൊരു ആക്രമണത്തിൽ കലാശിച്ചത്. ദർശൻ ആദ്യം ഈ കാർത്തിക് എന്ന് പറയുന്ന 2ാം വർഷ വിദ്യാർത്ഥിയെ മരത്തടി കൊണ്ട്, പിന്നീട് സൂരജും അഭിനേഷ് എന്ന് പറയുന്ന 2 വിദ്യാർത്ഥികൾ കൈകൊണ്ടാണ് ഈ വിദ്യാർത്ഥിയെ ആക്രമിക്കുന്നത്. പിന്നീടാണ് റഹൂഫ് എന്ന് പറയുന്ന KSUവിൻ്റെ യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഈ കാർത്തിക് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ കഴുത്തിലൂടെ ഈ കേബിൾ കയർ ഇട്ട് കുരുക്കുന്നത്. വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പോലീസ് ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് കേസെടുത്തിട്ടുള്ളത്. 4 വിദ്യാർത്ഥികളെയും ഒറ്റപ്പാലം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ 4 വിദ്യാർത്ഥികളെയും അറസ്റ്റ് നിലവിൽ ഒറ്റപ്പാലം പോലീസ് രേഖപ്പെടുത്തുകയും ഒറ്റപ്പാലം NSS കോളേജിൽ വെച്ച അധ്യാപകർ ഉൾപ്പെടെയുള്ള കോളേജ് കൗൺസിൽ ചേർന്നിരുന്നു. ഈ കോളേജ് കൗൺസിലാണ് ഇപ്പോൾ 4 വിദ്യാർത്ഥികളെയും സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനവും സ്വീകരിച്ചിട്ടുള്ളത്. ഈ കോളേജിലെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ, അതായത് KSU പാനലിൽ മത്സരിച്ച് വിജയിച്ച യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിട്ടുള്ള ദർശൻ, അതിനോടൊപ്പം തന്നെ KSUവിലുള്ള സൂരജ്, അഭിനേഷ്, അതുപോലെ തന്നെ റഹൂഫ് എന്നീ 4 വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയത്. ഏതായാലും ഈ 4 വിദ്യാർത്ഥികളെയും അല്പസമയത്തിന് തന്നെ ഹാജരാക്കുമെന്നാണ് നിലവിൽ ഒറ്റപ്പാലം പോലീസ് അറിയിക്കുകയും പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയ്ക്ക് താഴെ ഇട്ട കമന്റിന്റെ പേരിലായിരുന്നു ഇത്തരത്തിൽ 2ാം വർഷ ഹിസ്റ്ററി വിദ്യാർത്ഥിയായ കാർത്തികിനെ ഈ 1ാം വർഷ വിദ്യാർത്ഥികൾ ചേർന്ന് ക്രൂരം